ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ലോൺ എടുത്തതുകൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകയാണ് ശ്രുതി. ബ്യൂട്ടി പാർലറിലെ സാലറി കൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരേ ഒരു മാർഗം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അലമാരയ്ക്കകത്ത് 2 ലക്ഷം രൂപ ആൻറ്റി ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ ആ പണം എടുത്ത് ലോൺ അടച്ചു തീർക്കാം എന്നൊക്കെ തീരുമാനിച്ച് ശ്രുതി ചന്ദ്രയുടെ റൂമിൽ വരുന്നുണ്ട്. ആൻറ്റിയും മംഗളും പുറത്തു പോയിരിക്കുവാണ്. രേവതിയാണെങ്കിൽ പൂ വിൽക്കാനും പോയിട്ടുണ്ട്. ഇതാണ് പറ്റിയ സമയം എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രുതി അലമാരയുടെ ചാവി തിരയുകയാണ്. പിന്നീട് അത് കണ്ടെത്തി അതിനകത്ത് വെച്ച 2 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഉടനെ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി ആ പണം കൊടുത്ത് ലോണൊക്കെ അടച്ചു തീർക്കുന്നുണ്ട്. ആൻറ്റിക്ക് എന്നെ അത്രയും വിശ്വാസമാണ്. അതുകൊണ്ട് ആൻറ്റി ആരെ സംശയിച്ചാലും എന്നെ സംശയിക്കില്ല, അത് ഉറപ്പാണ്. ഇനി ധൈര്യമായിട്ട് കടക്കാരെ പേടിക്കാതെ എനിക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സന്തോഷിക്കുന്നുണ്ട്. അടുത്ത ദിവസം ചന്ദ്രമതി അലമാര തുറന്നു നോക്കിയപ്പോൾ 2 ലക്ഷം കാണാനില്ലെന്ന് മനസ്സിലാകുകയാണ്. ഇത് രേവതി തന്നെയാ എടുത്തത്. ഇവളുടെ അനിയൻ ഭൂലോക കള്ളനാ. അപ്പോൾ അവൻ്റെ ചേച്ചി പെരുങ്കള്ളിയാണ്. എൻ്റെ 2 ലക്ഷം അവിടെ കണ്ടപ്പോൾ ഇവളുടെ തനി നിറം പുറത്തു വന്നു എന്ന് ചന്ദ്ര പറയുന്നത് കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത്. പണം കാണുന്നില്ലെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. അല്ലാതെ തോന്നിവാസം പറയുകയല്ല വേണ്ടത്. രേവതിയെപ്പറ്റി നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവൾ മറ്റുള്ളവരുടെ കാശിന് ആശപ്പെടുന്നവളല്ലല്ലോ. അവളെ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ്. അതൊക്കെ കേട്ട് ശ്രുതി ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് പൊട്ടിക്കരയുകയാണ്. മോളെ രേവതി, നീ എന്തിനാ കരയുന്നേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഏട്ടത്തിയെ ബ്ലെയിം ചെയ്യുന്നത് കണ്ടില്ലേ? അതാ അങ്കിൾ ഏട്ടത്തി കരയുന്നേ. അങ്ങനെ വർഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എടി ചന്ദ്രേ, എന്താ ഇതൊക്കെ എന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോൾ ഇവളല്ലേ പൂ വിറ്റ് വന്നാൽ തുണി മടക്കി അലമാരയിൽ വെക്കുന്നവള്. അപ്പോൾ അവളല്ലേ സംശയിക്കേണ്ടത്? ഇവള് തന്നെയാ എടുത്തിട്ടുണ്ടാകുക എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അച്ഛാ, ഈ വീട്ടിൽ എന്ത് തെറ്റ് നടന്നാലും അത് ഞാൻ ചെയ്തെന്നാ അമ്മ പറയാറ്. ഞാൻ എന്തിനാ അച്ഛാ അമ്മയുടെ പണം എടുക്കുന്നേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ ചന്ദ്രികെ, രേവതി മോള് എത്രയോ വീടുകളിൽ പൂ കൊണ്ടുപോയി വിൽക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും വീടുകളിൽ നിന്ന് മോഷ്ടിച്ചതായിട്ട് ആരെങ്കിലും ഇവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉടനെ അവളെ എടുത്തടിച്ചതുപോലെ പഴിച്ചായിരുന്നു അവിടെ എന്നു പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ്. ഇവളുടെ കുടുംബം തന്നെ അങ്ങനെയല്ലേ? അവളുടെ അനിയനല്ലേ ആ കള്ളൻ? അതുകൊണ്ടാ എനിക്ക് അവളെ ഡൗട്ട് എന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ അമ്മയോട് മതിയാക്കാൻ പറ. ഇതിൽ കൂടുതൽ സംസാരിച്ചാൽ അച്ഛാ ഞാൻ എന്താ ചെയ്യുവാണെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സച്ചി. ഞാൻ അതിന് തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നടന്ന കാര്യം പറഞ്ഞു. ഇവളുടെ കുടുംബം അങ്ങനെയല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ കുടുംബം നല്ലതാണോ അച്ഛാ? 50 ലക്ഷം എടുത്തോണ്ട് പോയവനില്ലേ, അവൻ നല്ലവനാണോ? അപ്പോൾ ഈ കുടുംബത്തെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് സച്ചി ചോദിക്കുകയാണ്. ആൻറ്റി, രേവതിയേട്ടത്തി പൂ വിറ്റ് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഈസിയായി പഴിചാരാൻ ആൻറ്റിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് വർഷ ചോദിക്കുവാണ്. അതെ, ഈ വീട്ടിൽ എത്ര പേരുണ്ട്? അവരുടെ മേലൊന്നും അമ്മ കുറ്റം ആരോപിക്കുന്നില്ലല്ലോ. എന്താ അമ്മയ്ക്ക് ആരെയും ഡൗട്ടില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടെ വേറെ ആരും മോഷ്ടിക്കാറില്ല, ഇവള് തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ചന്ദ്ര. എന്താ അച്ഛാ ഇത്? ഇതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ എടാ, നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? ഇവളിങ്ങനെയാണ്, ബുദ്ധിയില്ലാത്തവള്. വളരെ വിശ്വസിക്കുന്നവരെ ഇവൾക്കൊട്ടും വിശ്വാസമുണ്ടാകില്ല. എടി ചന്ദ്രേ, നിനക്കിവിടെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ കള്ളന്മാരാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്.
അതിന് ഞാനെന്താ തെറ്റായിട്ട് പറഞ്ഞത്? എനിക്കിനി പണം എൻ്റെ ബാമ്മ സൂക്ഷിക്കാൻ തന്ന കാശാണ്. ഇനി ഞാൻ എങ്ങനെ അവൾക്ക് ആ പണം തിരിച്ചു കൊടുക്കും? അവൾ പണം ചോദിച്ചാൽ ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കും? എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുകയാണ്. ഞാൻ എടുത്തിട്ടില്ല അച്ഛാ, സച്ചിയേട്ടാ ഒന്ന് പറയേ എന്ന് പറഞ്ഞ് രേവതി കരയുമ്പോൾ, രേവതി നീ എന്തിനാ കരയുന്നേ? നിന്നെ എനിക്കറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട്. എടുക്കാത്ത പണം നിനക്ക് എന്തിനാടി തിരിച്ചു തരുന്നത്? നിനക്ക് വിവരമില്ലേ? നീ എന്താ ഈ സംസാരിക്കുന്നേ? നിന്റെ വായിൽ അന്നൊരു വാക്ക് വീണതുകൊണ്ടാണ് അവള് കഴുത്തിലിട്ട സ്വർണം പോലും നിനക്ക് ഊരി തന്നത്. അവള് മാലയില്ലാതെയല്ലേ ഇത്രയും കാലം ജീവിച്ചത്? അതും നിന്റെ ഈ പഴിചാരലുകൊണ്ടാണ്. അങ്ങനെയുള്ള രേവതിയെപ്പറ്റി നീ മോശമായിട്ട് സംസാരിക്കുന്നോടി എന്ന് ചോദിച്ച് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. പണം കാണാതെ പോയ സമയത്ത് ഇവള് മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവള് തന്നെയാണ് പണം എടുത്തത്. ഇവളും സച്ചിൻ തന്നെ ഈ പണത്തിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നത് ഈ ചന്ദ്രമതിയായിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചന്ദ്രമതി. എന്തിനാ അവർ സമാധാനം പറയുന്നേ? ഒന്നും അറിയാത്ത അവരെന്തിനാടി പണം നിനക്ക് തിരിച്ചു തരുന്നേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, വേറെ എന്താ ഞാൻ പറയേണ്ടത്? ഭാമയോട് ഞാൻ എന്തു മറുപടി കൊടുക്കും? 2 വലിയ വീട്ടിലെ മരുമക്കളുള്ള വീടാ ഇത്. അതെനിക്ക് അഭിമാനമാണ്. എന്നാൽ ഇങ്ങനെ കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്ന് വന്ന ഇവള് ഈ കുടുംബത്തിന് തന്നെ വലിയ അപമാനമാണ്. നിങ്ങൾ ഇവളോട് പണം തരാൻ പറ എന്ന് പറഞ്ഞ് ചന്ദ്രമതി കരയുകയാണ്. ദേ, ശരിക്കും നിങ്ങളുടെ പണം കാണാതെ പോയിട്ടുണ്ടോ? അതോ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പുതിയതായി കഥ മെനഞ്ഞ് ഉണ്ടാക്കിയതാണോ? ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നേ എന്ന് സച്ചി പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ ചന്ദ്രേ നിനക്ക് വേണ്ടത്? അവർ 2 പേരും ഈ വീട് വിട്ട് പുറത്തു പോകണോ? അതല്ലേടി നീ രേവതിയുടെ മേൽ പഴിചാരുന്നേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അവള് വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് പണം നഷ്ടമായത്. എനിക്ക് ആ 2 ലക്ഷം കിട്ടിയേ തീരൂ. അത് ഉടനെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചന്ദ്രമതി. നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, ഇത് നിങ്ങളുടെ വീടല്ലേ. രേവതി, നീ എന്തിനാ കരയുന്നേ? ഇവര് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് അത് സത്യമായി തീരുമോ? ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. നീ വാ രേവതി. നിന്നെ കള്ളിയാക്കിയ വീട്ടിൽ ഒരു നിമിഷം പോലും ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ സത്യം തെളിയിച്ചിട്ടേ ഈ സച്ചി ഈ വീട്ടിൽ കാലുകുത്തൂ. നീ വരുന്നുണ്ടോ രേവതി? അച്ഛാ, ഞങ്ങളോട് പൊറുക്കണം. ഞാനും രേവതിയും ഈ വീട് വിട്ട് പോവുകയാണ്. കേൾക്കാവുന്നതിലപ്പുറം ഞങ്ങൾ കേട്ടു കഴിഞ്ഞു അച്ഛാ. ഇനി വയ്യ അച്ഛാ. ഇനി ഏതെങ്കിലും വാടക വീടെടുത്ത് ഞങ്ങൾ താമസിച്ചോളാം. ഇനിയും രേവതിയെ കണ്ണീര് കുടിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. വാ രേവതി, നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എടി, നിനക്കിപ്പോൾ സമാധാനമായോ? നീ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവർ 2 പേരും ഈ വീട്ടിൽ തന്നെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. അവർ 2 പേരും ഈ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഉണ്ടായില്ലടി. ഞാനും പോവുക അവരുടെ കൂടെ. നീയും നിന്റെ പണക്കാരുടെ വീട്ടിലെ മരുമക്കളും കൂടി ഈ വീട്ടിൽ സുഖിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞ് അച്ഛനും സച്ചിയുടെ പിന്നാലെ പോവുകയാണ്. അയ്യോ, നിങ്ങൾ അവരുടെ കൂടെ പോകല്ലേ, ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രമതി പിന്നാലെ വന്നെങ്കിലും അച്ഛൻ അതൊന്നും കേൾക്കാതെ സച്ചിയോടൊപ്പം പോകുകയാണ്.